ഫ്ലൈറ്റിൽ ചെക്ക് ഇൻ ടൈമിൽ ബാഗേജ് ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ബാഗേജിൽ ടാഗ് ചെയ്യുന്ന കണ്ടിട്ടില്ലേ? ബാഗേജ് ഹാൻഡിൽ ചെയ്യുന്ന എയർപോർട്ട് സ്റ്റാഫിന് ഇത് അത്യാവശ്യമാണ്, പ്രത്യേകിച്ച് കണക്ഷൻ ഫ്ലൈറ്റുകളിൽ ലഗേജ് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ. ലണ്ടൻ ഹീത്രോ എയർപോർട്ടിൽ ഇതിപ്പോൾ സെൽഫ് ടാഗിങ് പോസിബിൾ ആണ് കേട്ടോ. എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നമുക്ക് കിട്ടിയ PNR നമ്പറാണ് പറഞ്ഞു കൊടുക്കേണ്ടത്, അതായത് റെഫറൻസ് നമ്പർ. നമ്മുടെ ഡീറ്റെയിൽസ് ഒന്നല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ ട്രാവൽ ഡോക്യുമെന്റ് അവിടെ സ്കാൻ ചെയ്യണം. പാസ്പോർട്ടാണ്. സ്കാൻ ചെയ്താൽ മതി, നേരെ സ്കാൻ ചെയ്താൽ മതി. അതിൻ്റെ ഫ്രണ്ട് സൈഡ് കണ്ടാൽ എല്ലാവരും എടുക്കുന്നുണ്ട്. എൻ്റെ സ്കാൻഡായി. ബൈ ദ വേ, വെയിറ്റ് ആവശ്യത്തിനുള്ളതെന്നുള്ളത് ഉറപ്പിച്ചിട്ട് വേണമെങ്കിൽ കേട്ടോ ഇതൊക്കെ ചെയ്യാം. കാരണം ചെക്കിംഗ് കൗണ്ടറിൽ വെയിറ്റ് ചെക്ക് ചെയ്യുമ്പോൾ കൂടുതലാണെങ്കിൽ പ്രശ്നമാവും. സ്കാൻഡ് ഇനിയിപ്പോൾ കണ്ടിന്യൂ പ്രസ് ചെയ്യുക. നമ്മുടെ ട്രാവൽ ഇറ്റിനറി അവൻ കാണിച്ചു തരും. ഇവിടെ നമുക്ക് ബാഗേജ് ഉണ്ടെന്നുള്ളത് സെലക്ട് ചെയ്യണം, എന്നിട്ട് നെക്സ്റ്റ് അടിക്കുക. എല്ലാം കറക്റ്റായിട്ട് കൊടുത്തു. ഇനിയിപ്പോൾ നമുക്ക് 2 ടാഗ് കിട്ടണം. ബട്ട് ഡിവൈസ് ഒരു പ്രിന്റർ കാണിച്ചേക്കാണ്. അപ്പോഴേക്കും അവൻ്റെ ഒരെണ്ണം പ്രിന്റ് ചെയ്ത് തന്നു. പക്ഷെ ഒരെണ്ണേ തന്നുള്ളൂ കേട്ടോ. Yeah, we need 3 of them. How many people? 2 people. Just go at the back side, just please 16 be 17. Right. 17, 18, 19. Yeah. And they will They will just check. before just tear off the pink one and attach the label on the bag. ഓക്കെ. ഇത് എൻ്റെതാണോ അവളുടെ ആണോ? കുഴപ്പമില്ല, എന്തായാലും ഒട്ടിച്ചിടുക. സെൽഫ് ടാഗിങ്ങിൽ എറർ വന്നിട്ട് ഒരെണ്ണത്തിന്റെ ടാഗ് കിട്ടിയുള്ളൂ. ഇനിയിപ്പോൾ ആ പുള്ളിക്കാരി പറഞ്ഞതുപോലെ നമ്മൾ ചെക്ക് ഇൻ കൗണ്ടറിൽ ബാഗ് ഡ്രോപ്പ് ചെയ്യുന്നിടത്ത് വന്ന് അടുത്ത ടാഗ് ചെയ്യണം, ശേഷം 2 കൂടെ അവിടെ ഡ്രോപ്പ് ചെയ്യാം. അപ്പോൾ സെൽഫ് ടാഗിങ് നടന്നത് സൂപ്പറായി. നടന്നില്ലെങ്കിൽ നമ്മുടെ സാധാരണ ചെക്ക് ഇൻ ചെയ്യണം.